1828 മണികർണിക ടെമ്പിളിനോട് ചേർന്ന് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ അവളെ കുതിരസവാരിയും അമ്പും വാളും എല്ലാം ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഝാൻസിയിലെ മഹാരാജാവ് അയോധ്യയെ വന്ന് കാണുകയും വിവാഹാലോചന നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലങ്ങൾക്ക് ശേഷം തന്റെ രാജ്യം ഭരിക്കാൻ ഒരു പിൻഗാമിയെ നൽകാതെ ആ രാജാവ് മരണപ്പെട്ടു പോവുകയാണ്. സത്യത്തിൽ ഇവിടെ രാജാവ് മരിച്ചു എന്നുള്ളതിനേക്കാൾ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അന്നത്തെ ബ്രിട്ടീഷ് നിയമം അനുസരിച്ച് തന്റെ രാജ്യം ഭരിക്കാൻ ഒരു രാജാവില്ലെങ്കിൽ ആ പ്രദേശം ബ്രിട്ടീഷുകാരുമായി കൂട്ടിച്ചേർക്കുമായിരുന്നു. അന്നവർ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അന്ന് അവരുടെ അടുത്ത് ആ യുറാണി പറഞ്ഞൊരു വാക്കുണ്ട്, മെയിൻ അപ്പിനി ഝാൻസി നഹീഡു, ഐ വിൽ നോട്ട് ഗിവ് അപ്പ് മൈ ഝാൻസി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി 1857 ഇന്ത്യൻ ജനത ഒരു സ്വാതന്ത്ര്യ സമരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. വെറും 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി തൻ്റെ ദത്തെടുത്ത കുഞ്ഞിനെ പുറകിൽ ചുമന്നുകൊണ്ട് തൻ്റെ 2 കൈകളിലും വാളുകളേന്തി യുദ്ധം ചെയ്യുന്ന ആ യുവതിയെ നോക്കി അന്നത്തെ ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു മനോഹരമായ വാക്കുണ്ട്, ദ മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ഓൾ ഇന്ത്യൻ ലീഡേഴ്സ്. നമ്മൾ അവളെ വിളിച്ചു, നമ്മൾ ഇന്ത്യക്കാർ അവളെ വിളിച്ചു റാണി ലക്ഷ്മിബായി.